ഇറാൻ, ഇസ്രയേൽ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ അറ്റാക്കും എയർ സ്ട്രൈക്കുകളും നമ്മളെല്ലാം പത്രത്തിലൂടെ വായിച്ചറിഞ്ഞതാണ്. അതേപോലെ തന്നെ വളരെ രൂക്ഷമായൊരു സിറ്റുവേഷനാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ. ഒരുപാട് കാലം ഒരുപാട് സൗഹൃദം പുലർത്തിയിരുന്ന ഒരു രാജ്യങ്ങളാണ് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും. സോ പാകിസ്ഥാൻ ഈ അടുത്ത് അഫ്ഗാനിസ്ഥാനിൽ എയർ സ്ട്രൈക്ക് നടത്തി. അഫ്ഗാനിസ്ഥാനിൻ്റെ ഔദ്യോഗിക കണക്കുകൾ പറയുന്നത് ഏകദേശം 400ഓളം പേര് കൊല്ലപ്പെട്ടു, ഒരു ഹോസ്പിറ്റലിൽ അറ്റാക്ക് നടന്നു, ഒരുപാട് പേര് ഇഞ്ചോർഡായി. എന്തുകൊണ്ടാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും പണ്ട് ഫ്രണ്ട്സ് ആയിരുന്നവർ തമ്മിൽ ഇങ്ങനെ ഒരു പ്രശ്നം നിലനിൽക്കുന്നത്? പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ ഒരു എയർ സ്ട്രൈക്ക് നടത്തണമെങ്കിൽ എന്താണ് ഇവരുടെ പ്രധാന പ്രശ്നം? എന്താണ് ഡ്യൂറൻ ലൈൻ? അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള ഡ്യൂറൻ ലൈൻ എന്താണ് ഇതിനെ ചൊല്ലിയുള്ള ഒരു കോൺട്രവേഴ്സി എന്താണ്? പഷ്തൂണിസ്ഥാൻ, എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. പഷ്തൂണിസ്ഥാൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് വേണമെന്ന വാശി പിടിച്ച ഒരുപാട് നേതാക്കൾ, പഷ്തൂണി നേതാക്കൾ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഉണ്ട്. എന്താണ് ഇതിൻ്റെ ഒരു കോൺട്രവേഴ്സ്യൽ ആംഗിൾ? ഇത് ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ളൊരു പഴയ എക്സ്പെക്റ്റേഷൻ്റെ പ്രശ്നമാണിത്. ഈ പ്രശ്നങ്ങളെല്ലാം നമുക്ക് ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ ചർച്ച ചെയ്യാം. ഐ എം അർജുന ശങ്കർ ആൻഡ് യു ലിസ്ണിംഗ് ടു IAS Factors Context. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ പ്രശ്നം മുഴുവൻ മനസ്സിലാക്കുന്നതിന് മുന്നേ ഇതിനകത്ത് ചെറിയ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അതിൽ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് അഫ്ഗാനിസ്ഥാൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു റൂളിംഗ് സ്ട്രക്ചറാണ്. ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അഫ്ഗാനിസ്ഥാൻ അത് ഏൻഷ്യൻ ടൈം തൊട്ട് മെഡീവൽ ടൈം തൊട്ട് മോഡേൺ ടൈം വരെ, നമ്മൾ ചരിത്രത്തിനെ ഏൻഷ്യൻ മെഡീവൽ മോഡേൺ എന്ന് പറയുന്ന പോലെ തന്നെ പണ്ട് അക്ബറിൻ്റെ കാലം അല്ലെങ്കിൽ അശോകൻ്റെ കാലം തൊട്ടേ അഫ്ഗാനിസ്ഥാൻ എന്നൊക്കെ പറയുന്നത് കണ്ടഹാർ, ബാക്ട്രിയ റീജിയനൊക്കെ ഇന്ത്യയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ് കോണ്ടിനെൻ്റിൻ്റെ ഭാഗം തന്നെയായിരുന്നു. പിന്നീടാണല്ലോ ബ്രിട്ടീഷ് ടൈംസിൽ അഫ്ഗാനിസ്ഥാൻ എപ്പോഴും ഒരു ബഫർ സ്റ്റേറ്റ് ആയിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. കാരണം ബ്രിട്ടീഷ് സമയത്ത് അഫ്ഗാനിസ്ഥാനിൽ കൂടുതലും രാജാക്കന്മാരെല്ലാം ഭരിച്ചിരുന്ന സമയത്ത് അഫ്ഗാനിസ്ഥാൻ ബ്രിട്ടീഷുകാർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായി മാറിയത് റഷ്യൻ പ്രോബ്ലം കൊണ്ടാണ്. റഷ്യക്കാർ അഫ്ഗാനിസ്ഥാൻ കീഴടക്കി കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യ ഭരിക്കാൻ ബുദ്ധിമുട്ടാവുന്നുള്ള ഒരു പേടി കൊണ്ട് തന്നെയാണ് ബ്രിട്ടീഷുകാർ എന്നും അഫ്ഗാനിസ്ഥാൻ ഒരു ബഫർ സ്റ്റേറ്റ് ആയിട്ട് മാറ്റിയിരുന്നത്, എന്നും വളരെ ക്രിട്ടിക്കലായിട്ടാണ് കണ്ടിരുന്നത്. അത് തന്നെയാണ് ഇതിൻ്റെ പ്രധാന തുടക്കം എന്ന് പറയുന്നത്. ആ കാലം തൊട്ട് തന്നെയാണ് അഫ്ഗാനിസ്ഥാനിന് പ്രത്യേകം ഇത്രയും വർഷം നോക്കിക്കഴിഞ്ഞാൽ അവിടെ പ്രോപ്പറായിട്ടൊരു ഗവൺമെൻറ് സിസ്റ്റമോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ കുറേ കഴിഞ്ഞ് കോൾഡ് വാർ സംഭവിച്ചു. അന്നത്തെ അന്നത്തെ സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന സോവിയറ്റ് യൂണിയനും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയും തമ്മിലുള്ള യുദ്ധമൊക്കെ വളരെ പോപ്പുലറാണ്. ഈ സമയത്ത് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലം സോവിയറ്റ് യൂണിയൻ ആക്രമിച്ച് സോവിയറ്റ് യൂണിയൻ ഈ സ്ഥലം കീഴടക്കി. ഈ സ്ഥലം കീഴടക്കുന്ന സമയത്ത് അന്നത്തെ പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ സോവിയറ്റ് യൂണിയനെ ചെറുത്ത് നിൽക്കുക എന്നുള്ളതായിരുന്നു. അന്ന് താലിബാൻ എന്ന് പറഞ്ഞൊരു സംഭവമൊന്നും അന്നില്ല. അന്ന് ഇവിടെ ഈ സോവിയറ്റ് യൂണിയനെ ചെറുത്ത് നിന്നത് ഇവിടുത്തെ മുജാഹിദീൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്. ആ മുജാഹിദീൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ അന്ന് സപ്പോർട്ട് ചെയ്തിരുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, CIA തന്നെയാണ്. സൗദി അറേബ്യയിൽ നിന്ന് ഫണ്ടിങ് ഉണ്ടായിരുന്നു. പാകിസ്ഥാനും വേണ്ട സപ്പോർട്ടുകൾ ഇവർക്ക് ചെയ്തു കൊടുത്തു. ഇതിനുശേഷം കോൾഡ് വാർ അവസാനിച്ചു, യുദ്ധങ്ങൾ കഴിഞ്ഞു. അഫ്ഗാനിസ്ഥാനിൽ പ്രോപ്പറായിട്ടൊരു ഗവൺമെൻറ് ഒന്നും വന്നില്ല. അന്ന് തൊട്ടേ 1994 തൊട്ട് താലിബാൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് അവിടെ ഉണ്ടായി. ഇതൊരു വ്യക്തി ക്രിയേറ്റ് ചെയ്തതോ ഒരു രാജ്യം സപ്പോർട്ട് ചെയ്തോ ഒന്നുമല്ല. അവിടുത്തെ റിലീജിയസ് പഠനം, മതപഠനം കഴിഞ്ഞു വന്ന കുറേ വിദ്യാർത്ഥികളും പിന്നീട് പഴയ യുദ്ധങ്ങളെല്ലാം ഫൈറ്റ് ചെയ്തിട്ടുള്ള കുറേ സോൾജേഴ്സും അവരെല്ലാവരും കൂടെ ചേർന്ന് തുടങ്ങിയ ഒരു ഗ്രൂപ്പാണ് താലിബാൻ എന്ന് പറയുന്നത്. 1994 മുല്ല ഒമറിൻ്റെ വലിയൊരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് താലിബാനെ സംബന്ധിച്ചോളം. ഇവർ പ്രധാനപ്പെട്ട ഒരു മൂവ്മെൻ്റാണ് താലിബാനെ ക്രിയേറ്റ് ചെയ്തത്. ഈ കാലത്തെല്ലാം പാകിസ്ഥാൻ്റെ ഒരു കോൺസെപ്റ്റ് നോക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ എന്നും ഇവരെ എല്ലാം താലിബാനെയും ഈ സപ്പോർട്ട് സിസ്റ്റത്തിനെ എല്ലാം ഒരുപാട് സപ്പോർട്ട് ചെയ്തൊരു രാജ്യമാണ് താലിബാൻ. ബിക്കോസ് താലിബാനെ സപ്പോർട്ട് ചെയ്യുന്നതോടെ പാകിസ്ഥാനിന് പ്രധാനമായിട്ടുള്ള കുറച്ച് എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ഈ പ്രശ്നത്തിൻ്റെ എല്ലാം തുടക്കം ഈ എക്സ്പെക്റ്റേഷൻ നിന്നാണ്. പാകിസ്ഥാൻ്റെ പ്രധാനപ്പെട്ട എക്സ്പെക്റ്റേഷൻ നമ്പർ 1, താലിബാൻ ഒരു ഗവൺമെൻറ് ഉണ്ടാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ താലിബാനെ നമുക്ക് സപ്പോർട്ട് ചെയ്ത് ഇവർ അഫ്ഗാനിസ്ഥാനിൽ കാബൂളിൽ ഒരു ഗവൺമെൻറ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗവൺമെൻറ് ആയിരിക്കും. പാകിസ്ഥാൻ തീരുമാനമെടുക്കുന്ന ഒരു പപ്പറ്റ് ഗവൺമെൻറ്റാണ് കാബൂളിൽ വരേണ്ടത്. അപ്പോൾ പാകിസ്ഥാൻ എന്ത് വേണമെങ്കിലും അവരെ കൊണ്ട് സാധിച്ചെടുക്കാൻ പറ്റും. 2, ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം എന്നും ഉള്ളതുകൊണ്ട് അഫ്ഗാനിസ്ഥാനിലെ കുറേ തീവ്രവാദി സംഘടനകളെയും അവിടുത്തെ താലിബാനെയും ഒക്കെ പാകിസ്ഥാൻ്റെ കൺട്രോളിലിരുന്നാൽ എന്നും ഇന്ത്യക്ക് എതിരായിട്ടുള്ള ഒരു ആയുധം പോലെ പാകിസ്ഥാൻ എന്നും അത് ഉപയോഗിക്കാനും പറ്റും. ആ സ്ഥലവും പാകിസ്ഥാൻ്റെ കൺട്രോളിലിരിക്കും. ഇതൊക്കെയായിരുന്നു പാകിസ്ഥാൻ്റെ പ്രധാനപ്പെട്ട എക്സ്പെക്റ്റേഷൻ ഓവർ ദി ഇയേഴ്സ്, ഇത്രയും വർഷം കൊണ്ട്. പക്ഷേ
2021 ശേഷം അവിടുത്തെ അഫ്ഗാനി ഗവൺമെന്റിനെ അട്ടിമറിച്ചുകൊണ്ട് താലിബാൻ അവിടെ ഒരു ഗവൺമെന്റ് ഫോം ചെയ്തു. പക്ഷേ ഈ ഗവൺമെന്റ് ഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ നേരെ വിരുദ്ധമായിട്ടാണ് കാര്യങ്ങൾ സംഭവിച്ചത്. ഒരിക്കലും പാകിസ്ഥാൻ ആഗ്രഹിച്ച പോലെ ഒരു പപ്പറ്റ് ഗവൺമെന്റ് അല്ല താലിബാൻ ഇപ്പോൾ ഭരിക്കുന്നത്. താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനിന് അതിൻ്റെതായ അജണ്ടാസ് ഉണ്ട്, അതിൻ്റെതായ ഗോളുണ്ട്, അവരുടേതായ ഐഡിയോളജി ഉണ്ട്. ഒരിക്കലും പാകിസ്ഥാന്റെ സപ്പോർട്ട് നിൽക്കുന്ന ഒരു ഗവൺമെന്റ് അല്ല അവിടെ ഉണ്ടായത്. ഇത് പാകിസ്ഥാനെ സംബന്ധിച്ചോളം പ്രധാനപ്പെട്ട ഒരു എക്സ്പെക്ടേഷൻ പ്രോബ്ലമാണ്. അവർ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല. താലിബാൻ തന്നെ 2 താലിബാനുണ്ട്. പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ ഫോക്കസ് 2 താലിബാനിലാണ്. ഒന്ന് അഫ്ഗാനിസ്ഥാനിലുള്ള താലിബാൻ, പാകിസ്ഥാൻ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു താലിബാൻ. പിന്നീട് പാകിസ്ഥാനിലുള്ള വേറൊരു താലിബാനുണ്ട്, TTP അഥവാ തെഹ്രിക് ഇ താലിബാൻ പാകിസ്ഥാൻ. നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടും ഒരുപാട് ഡീപ്പാണ് തെഹ്രിക് ഇ താലിബാൻ പാകിസ്ഥാനിൽ ക്രിയേറ്റ് ചെയ്യുന്നൊരു പ്രശ്നം. നമ്മൾ ഇന്ത്യയൊക്കെ ഫേസ് ചെയ്യുന്ന പോലെ, ഇന്ത്യയിൽ നമ്മൾ മാവോയിസ്റ്റും സെപ്പറേറ്റിസ്റ്റ് മൂവ്മെന്റ് കൊണ്ടെന്ന് പറയുന്ന പോലെ രാജ്യത്തിനകത്ത് തന്നെ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്ന പാകിസ്ഥാന്റെ ഏറ്റവും വലിയ തലവേദന, ഹെഡേക്ക് എന്ന് പറയുന്നത് തെഹ്രിക് ഇ താലിബാൻ പാകിസ്ഥാനാണ്. പാകിസ്ഥാന്റെയും ഇവിടെയും എക്സ്പെക്ടേഷൻ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, പാകിസ്ഥാൻ വിചാരിച്ചത് തെഹ്രിക് ഇ താലിബാനെ അഫ്ഗാനിസ്ഥാനിലുള്ള താലിബാൻ നേരിട്ടോളും, ഇവരുടെ പ്രശ്നങ്ങളെല്ലാം ഇവർ പരിഹരിച്ചോളും. പക്ഷേ അഫ്ഗാനിസ്ഥാനിലുള്ള മെയിൻ താലിബാൻ പാകിസ്ഥാൻ തെഹ്രിക് ഇ താലിബാനെ ഐഡിയോളജിക്കൽ കസിൻസ് ആയിട്ടാണ് കാണുന്നത്. അവരെല്ലാം ഒരേ ഐഡിയോളജിയിൽ വിശ്വസിക്കുന്ന 2 വിഭാഗമായിട്ടാണ് കാണുന്നത്. സോ ഒറിജിനൽ താലിബാന് തെഹ്രിക് ഇ താലിബാനോട് വളരെയധികം സിമ്പതിയാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ 2021 ശേഷം പാകിസ്ഥാനിൽ ഒരുപാട് അറ്റാക്കുകൾ നടത്തിയിട്ടുണ്ട് തെഹ്രിക് ഇ താലിബാൻ പാകിസ്ഥാൻ. ഇവർ ബോർഡർ ഏരിയാസിൽ പ്രധാനപ്പെട്ട നോക്കുകയാണെങ്കിൽ ബലോച്ചിസ്ഥാൻ ഏരിയയിലും ഖൈബർ ഏരിയ, ഖൈബർ പക്തൂൺഖ്വ എന്ന് പറയുന്ന ആ റീജിയനിൽ നിന്നും ബോർഡറിൽ ഇവർ സെറ്റിൽ ചെയ്യുകയും അവിടെ ഷെൽട്ടർ എടുക്കുകയും ചെയ്ത് പിന്നീട് പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്ത് ഡീസ്റ്റെബിലൈസ് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് അറ്റാക്കുകൾ നടന്നിട്ടുണ്ട്. ഇതും പാകിസ്ഥാന് വലിയൊരു തലവേദനയാണ്. അടുത്ത പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഡ്യൂറൻ ലൈൻ. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള മെയിൻ ഒരു കോൺട്രവേഴ്സിയും ഈ ഡ്യൂറൻ ലൈനാണ്. ഇത് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ 1893 മോർട്ടിമർ ഡ്യൂറന്റിന്റെ നേതൃത്വത്തിൽ ഈ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാന്റെ ഇടയിൽ ഒരു ബോർഡർ പോലെ വരച്ചതാണ്. ഇത് ശരിക്കും ലാൻഡിനെക്കാട്ടും കൂടുതൽ അന്നൊരു ബോർഡർ മാപ്പിൽ അവർ കൃത്യമായിട്ട് ഒരു ഏരിയ തിരിച്ചു എന്നേ ഉള്ളൂ. കാരണം അന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച റഷ്യൻ ഇൻഫ്ലുവൻസ് വലിയൊരു പ്രശ്നമായിരുന്നു ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ. അതിനെയാണ് ദ ഗ്രേറ്റ് ഗെയിം എന്ന് വിളിക്കുന്നത് ചരിത്രത്തിൽ. എന്താണ് ഈ ഗ്രേറ്റ് ഗെയിം എന്ന് വിളിച്ചു കഴിഞ്ഞാൽ, റഷ്യയും ബ്രിട്ടനും തമ്മിലുള്ള യുദ്ധവും അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഒരു മത്സരമാണ്. ശരിക്കും ബ്രിട്ടീഷുകാരും റഷ്യക്കാരും തമ്മിൽ അവിടെ യുദ്ധമൊന്നുമില്ല. ഈ ഗെയിം എന്ന് പറയുന്നത് ചെസ് പോലെയാണ്. ഒരു ചെസ് ടേബിളിൽ ചെസ് കളിക്കുന്ന 2 കളിക്കാരെ പോലെ ബ്രിട്ടനും റഷ്യയും അവിടെ ഇരുന്നു കരിക്കുകൾ നീക്കുന്ന പോലെ ഈ രാജ്യങ്ങൾ പ്രധാനമായിട്ടും സെൻട്രൽ ഏഷ്യ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ റീജിയൻ കൺട്രോൾ ചെയ്യാനുള്ള, അവിടെ നേരിട്ട് യുദ്ധവും ഇല്ല, പക്ഷേ ഇവിടുത്തെ ബോർഡർ ഇൻഫ്ലുവൻസ് ചെയ്യുക, ഇവിടുത്തെ രാജാക്കന്മാരെ മാനിപ്പുലേറ്റ് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും ചാരന്മാരെ അയക്കുക, ഇങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. അതുകൊണ്ടാണ് ഇതിനെ ഗ്രേറ്റ് ഗെയിം എന്ന് വിളിക്കുന്നത്. സോ റഷ്യക്കാർ അഫ്ഗാനിസ്ഥാനിൽ എട്ടാതിരിക്കാൻ വേണ്ടിയാണ് ബ്രിട്ടീഷുകാർ തീരുമാനമെടുത്തത്. അപ്പോൾ ഇവർ കൃത്യമായിട്ട് ബോർഡർ വരച്ചപ്പോൾ പ്രധാനമായിട്ടും എഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് പഷ്തൂണീസ് ആണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ട്രൈബൽ വിഭാഗം ആൾക്കാരാണ് നമ്മൾ പഷ്തൂണീസ്, ബലൂചിസ്ഥാനിലെ ബലോച്ചി ട്രൈബ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ. ഇവർ ഈ ബോർഡറിന്റെ 2 ഭാഗത്തും ഉണ്ട്. ഒരേ ഭാഷ, ഒരേ കൾച്ചർ, ഒരേ ഫുഡ്, ഒരേ കൾച്ചർ, ഒരേ രീതികൾ, എല്ലാം സിമിലർ ആയിട്ടുള്ള 2 ആൾക്കാരെ ഇവർ പാർട്ടീഷൻ ചെയ്ത് ഇങ്ങനെ മാറ്റി. വർഷങ്ങൾ കടന്നു. 1947 ശേഷം സ്വാതന്ത്ര്യം ലഭിച്ചു, പാർട്ടീഷൻ നടന്നു. പാകിസ്ഥാനിന് ലീഗലായിട്ട് കിട്ടിയ സ്ഥലങ്ങളാണ് ഇതെല്ലാം. പാകിസ്ഥാൻ ഈ ഡ്യൂറൻ ലൈനിൽ 100% ഹാപ്പിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് ഹാപ്പി അല്ലെങ്കിൽ പാകിസ്ഥാന്റെ കയ്യിൽ നിന്ന് ബലോചിസ്ഥാന്റെ ഏരിയയും അതേപോലെ ഖൈബർ പക്തൂൺഖ്വ എന്ന് പറയുന്ന ഖൈബർ ഏരിയയും പാകിസ്ഥാന്റെ കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് പാകിസ്ഥാൻ പറഞ്ഞു 100% ഞങ്ങൾ ഈ ഡ്യൂറൻ ലൈൻ അംഗീകരിക്കുന്നു, ഇത് നല്ലൊരു ലൈനാണ്, ഞങ്ങൾക്ക് കിട്ടേണ്ട ഇത് തന്നെയാണ്. പക്ഷെ അഫ്ഗാനിസ്ഥാനിലെ ആൾക്കാർ ഒരിക്കലും ഈ ഡ്യൂറൻ ലൈനിൽ വളരെ അതൃപ്തരാണ്, അൺഹാപ്പിയാണ്. കാരണം അവരുടെ മെയിൻ ആയിട്ടുള്ള അവരുടെ ഐഡന്റിറ്റിയാണ്, പഷ്തൂണി എന്ന് പറയുന്ന അവരുടെ ഐഡന്റിറ്റിയാണ് കോംപ്രമൈസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇവർ ഇതിൽ വിശ്വസിക്കുന്നില്ല. പിന്നെ അവരുടെ ഒരു തിയറി അനുസരിച്ചിട്ട് ഈ ബ്രിട്ടീഷുകാർ 1893 ഇത് വരച്ചപ്പോൾ ഡ്യൂറൻ ലൈന് 100 വർഷം വാലിഡിറ്റിയേ ഉള്ളൂ. അപ്പോൾ 1993 ശരിക്കും പറഞ്ഞാൽ ഈ ഡ്യൂറൻ ലൈനിന്റെ വാലിഡിറ്റി കഴിയേണ്ടതാണ്. എന്നിട്ടും പാകിസ്ഥാൻ ഇത് സമ്മതിക്കുന്നില്ല. അപ്പോൾ ഈ ലൈനിനോട് അഫ്ഗാനിസ്ഥാനിന് യാതൊരു റെക്കഗ്നിഷനും ഇല്ല. ഡ്യൂറൻ ലൈൻ അഫ്ഗാനിസ്ഥാൻ പ്രോപ്പറായിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. എന്താണ് പഷ്തൂണിസ്ഥാൻ? അങ്ങനെയും ഒരു ഡിമാൻഡുണ്ട്. ഖാലിസ്ഥാൻ എന്നൊക്കെ പറയുന്ന പോലെ. ഇവിടെ ഒരു കാര്യം ആലോചിക്കേണ്ടത്, പാകിസ്ഥാന്റെ ഡബിൾ സ്റ്റാൻഡേർഡ്സ് ഇവിടെ പുറത്താവുന്നുണ്ട്.
കശ്മീരിനെ ഒരു സെപ്പറേറ്റ് സ്ഥലമാക്കി മാറ്റണം, പാകിസ്ഥാൻ സപ്പോർട്ടോടെ ചെയ്യുമ്പോൾ തന്നെ ഇന്ത്യ പറയുന്നുണ്ട് കശ്മീർ നമ്മുടെയാണ്, നമ്മുടെ ടെറിട്ടോറിയൽ ഇൻറ്റഗ്രിറ്റി ആണെന്നൊക്കെ പറയുന്ന പോലെ തന്നെ പഷ്തൂണിസ്ഥാൻ എന്ന് പറയുന്ന പഷ്തൂണി വിഭാഗത്തിലുള്ള ആൾക്കാർ, അഫ്ഗാനിസ്ഥാനിലുള്ള പഷ്തൂണികളും ഇന്ന് പാകിസ്ഥാനിലുള്ള പഷ്തൂണി വിഭാഗക്കാരെല്ലാവരും കൂടെ ചേർന്ന് ഒരു രാജ്യം വേണം എന്ന് പറയുന്നുണ്ട്. അതാണ് പഷ്തൂണിസ്ഥാൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റിൻ്റെ ഉള്ള ഡിമാൻഡ് കുറവാണ് ഒരു തരത്തിൽ. അത് ഇപ്പോൾ ഈ ഡിമാൻഡ് കുറവായതുകൊണ്ട് തന്നെ, പക്ഷേ ആ സെൻറ്റിമെൻറ്റ്സ് വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. പക്ഷേ ഒരു കാലത്ത് പഷ്തൂണിസ്ഥാൻ എന്ന് പറയുന്നുള്ള കാരണം പഷ്തൂണി വിഭാഗക്കാർ അന്നത്തെ കണ്ടഹാർ റീജിയനിലും പല അഫ്ഗാനിസ്ഥാനിൻ്റെ ഖൈബർ ഏരിയയിലൊക്കെ ഉള്ള ഒരു ഇൻഡോ ഇറാനിയൻ എത്നിക് ഗ്രൂപ്പാണ് പഷ്തൂണീസ് എന്ന് പറയുന്നത്. അവരുടെ പ്രധാനപ്പെട്ട ഭാഷ എന്ന് പറയുന്നത് തന്നെ പഷ്തു ഭാഷയാണ്. ഇവർ വളരെ പ്രത്യേകതരമുള്ള ആൾക്കാരാണ്. അവരുടെ ഒരു പഷ്തൂൺ വാലി എന്ന് പറയുന്ന ഒരു കോഡ് ഓഫ് ലൈഫ് തന്നെയുണ്ട്. അവർ വിശ്വസിച്ചിരുന്ന 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ടത് ഓണർ, അഭിമാനത്തിന് വേണ്ടി നങ് എന്ന് പറയുന്ന അവർ അതിനുവേണ്ടി എന്തും ചെയ്യും. 2, ബദൽ അല്ലെങ്കിൽ ബദ്ല, റിവെഞ്ച്, പ്രതികാരം. അവരെ ചതിച്ചു കഴിഞ്ഞാൽ അവർ മരണമല്ലാതെ വേറെ ഒന്നുമില്ല, അവർ ഏത് അറ്റം വരെയും പോകുന്നു പറയുന്ന പോലെ ആൾക്കാരാണ്. പിന്നെ അടുത്ത പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റാലിറ്റിയും വെൽക്കമിങ് ഗസ്റ്റ്, വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി കൊടുക്കുന്ന ആൾക്കാരാണ്. പക്ഷേ എതിർത്ത് കഴിഞ്ഞാൽ കൊന്നു കളയുമെന്ന് പറയുന്ന പോലെ അത്രയും, അതാണ് അവരുടെ പഷ്തൂൺ വാലി എന്ന് പറയുന്ന കോഡ് ഓഫ് ലൈഫ് അവരുടെ. ഇവരെല്ലാവരും കൂടെ ചേർന്നൊരു രാജ്യം ഉണ്ടാക്കാൻ ശ്രമിച്ചു. പക്ഷേ പഷ്തൂണിസ്ഥാൻ ഇന്നും പോസിബിൾ ആയിട്ടില്ല. പാകിസ്ഥാൻ ഇവിടെ പറയേണ്ട ഒരു കാര്യമാണ് ഏറ്റവും രസകരമായ സംഭവം. പഷ്തൂണിസ്ഥാൻ എന്ന് പറയുന്ന ഡിമാൻഡ് പാകിസ്ഥാൻ്റെ നാഷണൽ ഇൻറ്റഗ്രിറ്റിക്കും ടെറിട്ടോറിയൽ സോവറിനിറ്റിക്കും എഗൻസ്റ്റ് ആണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് അനുവദിക്കില്ല. ഇത് തന്നെയാണ് അവർ ഇന്ത്യയിലേക്കും എക്സ്പോർട്ട് ചെയ്യാൻ നോക്കുന്നത്. പക്ഷേ ഇവിടെ അവരുടെ സ്ഥലത്ത് വന്നപ്പോൾ ബലോചിസ്ഥാനും ഇങ്ങനത്തെ പഷ്തൂണിസ്ഥാൻ പ്രശ്നം വരുമ്പോൾ പാകിസ്ഥാൻ ഇങ്ങനൊരു സ്റ്റാൻഡാണ് എടുക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ്റെ പ്രോബ്ലം കൊണ്ട് 2 രാജ്യത്തിനും പ്രധാനപ്പെട്ട ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്, ചലഞ്ചസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട പ്രോബ്ലം എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാൻ തന്നെയാണ്. കാരണം അഫ്ഗാനിസ്ഥാൻ ജോഗ്രഫി നോക്കുകയാണെങ്കിൽ ഒരു ലാൻഡ് ലോക്ക്ഡ് കൺട്രിയാണ്. അതിന് കടലിലേക്ക് ആക്സസ് ഇല്ല. സോ ഇവിടേക്ക് വരുന്ന എല്ലാ സപ്ലൈ ചെയിൻ, ഇവിടുത്തെ ഭക്ഷണം, ഫ്യൂവൽ, കൺസ്യൂമർ ഗുഡ്സ് എല്ലാം കറാച്ചി പോർട്ട് വഴി പാകിസ്ഥാനി ചെക്ക് പോസ്റ്റ് വഴിയാണ് അഫ്ഗാനിസ്ഥാനിലേക്ക് എത്തുന്നത്. നമ്മൾ ഹോർമൂസിൻ്റെ പ്രശ്നം ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇറാൻ്റെ ബാർഗെയിനിങ് കാർഡാണ് ഹോർമൂസ്. എന്ത് പ്രശ്നം വന്നാലും ഇറാൻ ഹോർമൂസിൻ്റെ സ്ട്രെയിറ്റ് ഡിസ്റപ്റ്റ് ചെയ്യും. അപ്പോൾ ലോകം മൊത്തം ഇമ്പാക്റ്റ് ചെയ്യുമെന്ന് പറയുന്ന പോലെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെതിരെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ചെക്ക് പോസ്റ്റുകളെല്ലാം ഷട്ട് ഡൗൺ ചെയ്യും. അപ്പോൾ അഫ്ഗാനിസ്ഥാനിൻ്റെ സപ്ലൈ ചെയിൻ പൊട്ടും. അഫ്ഗാനിസ്ഥാനിലെ കൺസ്യൂമർ ഗുഡ്സ് ഒരു ഗുഡ്സും എത്തില്ല. അഫ്ഗാനിസ്ഥാൻ വലിയൊരു പ്രോബ്ലത്തിലേക്ക് പോകും. ഇതാണ് പാകിസ്ഥാൻ എപ്പോഴും ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ പാകിസ്ഥാനും വലിയൊരു ലോസ് ഉണ്ട്. കാരണം സ്ഥിരം കിട്ടിയിരുന്ന ട്രാൻസിറ്റ് ഫീസ്, ലോജിസ്റ്റിക്കൽ ചാർജുകൾ ഒക്കെ പാകിസ്ഥാൻ ഇല്ലാണ്ടാവും. പക്ഷേ ഇതൊരു വെപ്പനായിട്ട് പലപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ഇത് സ്വാഭാവികമായിട്ടും അഫ്ഗാനിസ്ഥാൻ വലിയ ക്രിട്ടിക്കലായിട്ടാണ് കാണുന്നത്. പിന്നെ അടുത്തൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് അഭയാർത്ഥികളുടെ പ്രശ്നമാണ്. പാകിസ്ഥാനിലേക്ക് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഒരുപാട് ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ അവിടെ നിന്ന് അഫ്ഗാനിസ്ഥാൻ വിട്ടുവന്നു. സോവിയറ്റ് യുദ്ധങ്ങളും പിന്നീട് താലിബാൻ ഉണ്ടായപ്പോഴും അവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് പാകിസ്ഥാനിലേക്ക് വന്നത്. ഇവരെയെല്ലാം പാകിസ്ഥാനി ഗവൺമെൻറ് തിരിച്ച് ഡീപ്പോർട്ട് ചെയ്യുകയാണ്. പ്രോപ്പർ രേഖകളില്ല. ഇന്ത്യ ചെയ്യുന്ന പോലെ തന്നെ ബാംഗ്ലാദേശി പ്രശ്നമുള്ളതുപോലെ തന്നെ എല്ലാവരെയും തിരിച്ച് അഫ്ഗാനിസ്ഥാനിലേക്ക് വിടുകയാണ്. ഇതും അഫ്ഗാനിസ്ഥാനിനെ വളരെയധികം ചൊടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പ്രധാനമായിട്ടും ഒരു പ്രോബ്ലംസ് ആയിട്ട് അഫ്ഗാനിസ്ഥാൻ കാണുന്ന കാര്യങ്ങളാണ്. ഇനി ഇന്ത്യയുടെ റോൾ എന്താണെന്നുള്ളൊരു ചോദ്യം ഇവിടെയുണ്ട്. ശത്രുവിൻ്റെ ശത്രു മിത്രം എന്നാണല്ലോ പറയുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ എനിമീസാണ്. അഫ്ഗാനിസ്ഥാൻ താലിബാൻ വന്നതിന് ശേഷം 2021 വന്ന ശേഷം ഇന്ത്യൻ എംബസിയൊക്കെ അടച്ച് ഫോർമലി താലിബാനെ ഗവൺമെൻറ്റായിട്ട് ഇന്ത്യ അംഗീകരിച്ചില്ലെങ്കിൽ പോലും താലിബാൻ ഗവൺമെൻറ്റിന് വേണ്ട എല്ലാ സപ്പോർട്ടുകളും, അതിന് മരുന്ന്, മെഡിസിൻ, വാക്സിൻ, ഗുഡ്സ്, അങ്ങനത്തെ ഒരുപാട് ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റൻസ് ഇന്ത്യയാണ് കൊടുക്കുന്നത്. ഇപ്പോൾ താലിബാനി ആൾക്കാർ ഇന്ത്യയിൽ വന്നിരുന്നു. അപ്പോൾ ഒരു ഫ്രണ്ട്ലി റിലേഷൻസ് നമ്മളിപ്പോൾ കീപ്പ് ചെയ്യുന്നുണ്ട്. ഇത് സ്വാഭാവികമായിട്ടും പാകിസ്ഥാനിന് വലിയൊരു ടെൻഷനാണ്. കാരണം എവിടെയോ പാകിസ്ഥാൻ ഒരു ടെൻഷനാണ്. പാകിസ്ഥാൻ്റെ എനിമി അഫ്ഗാനിസ്ഥാനിൽ ടെറിട്ടോറിയൽ ബോർഡർ ഷെയർ ചെയ്യുന്ന ഒരു രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാനെ ഇന്ത്യ എൻസർക്കിൾ ചെയ്യുന്ന പോലെ ആയിപ്പോവും. അത് പാകിസ്ഥാന് വളരെയധികം പേടിയുണ്ടാക്കുന്ന കാര്യമാണ്. അഫ്ഗാനിസ്ഥാനിലെ ഡാമുകൾ, റോഡുകൾ, എനർജി പ്രൊജക്ട്സ്, അവരുടെ പാർലമെൻറ്റ് ബിൽഡിംഗ്, എല്ലാ കാര്യങ്ങളും ഇന്ത്യയാണ് ഇപ്പോൾ ഒരു വലിയ രീതിയിൽ അത് അസിസ്റ്റൻസ് കൊടുക്കുന്നത്. സോ അഫ്ഗാനിസ്ഥാൻ ഒരു പ്രധാന സംഭവം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇന്ത്യ ഒരു പാർട്ട്ണറാണ് എന്ന് തോന്നിക്കുന്ന ഒരു ഇക്വേഷനും ഇവിടെ ഡെവലപ്പ് ആയിട്ടുണ്ട്. ചൈനയും ഒട്ടും പിന്നിലല്ല. ചൈനയ്ക്കും ഇവിടെ വളരെയധികം കൺസേൺ ഉണ്ട്. അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ വലിയൊരു പ്രധാനപ്പെട്ട കോറിഡോറാണ് പാകിസ്ഥാനിലൂടെ. ഗ്വാഡർ പോർട്ട് വഴിയൊക്കെ വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ, ഇവിടെ ടെൻഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ ഈ കോറിഡോറിനെ ബാധിക്കും. പാകിസ്ഥാൻ്റെ ചൈനയുടെയും ട്രേഡ്, പ്രധാനമായിട്ടും ചൈനയുടെ ബിസിനസ് ഇൻട്രസ്റ്റ് എഫക്റ്റഡ് ആവും.
അതുകൊണ്ട് ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ടായാൽ ചൈനയുടെ ബിസിനസ് നഷ്ടം വരും. ചൈന അതുകൊണ്ട് വളരെ കൺസേൺഡ് ആണ്. ഇത് ചൈനീസ് ഇൻട്രസ്റ്റിന് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമത് ചൈനീസുകാർ ഏറ്റവും കൂടുതൽ കൺസേൺ ചെയ്യുന്ന വേറൊരു ഫാക്ടർ എന്ന് പറയുന്നത് തുർക്കിസ്ഥാൻ ഗ്രൂപ്പ് എന്ന് പറയുന്ന വീഗർ എന്ന് പറയുന്ന ഒരു ട്രൈബാണ്. നമ്മൾ ഉയ്ഗർ എന്ന് എഴുതിയാലും വീഗർ എന്ന് പറയുന്ന ഒരു ട്രൈബാണ്. ഇവർ ബേസിക്കലി ഒരു തുർക്കിഷ് മുസ്ലിം എത്നോഗ്രാഫിക് ട്രൈബാണ് ആ സ്ഥലത്തെ. ഈ ഷിങ്ജാൻ എന്ന് പറയുന്ന നോർത്ത് വെസ്റ്റേൺ ചൈനയിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥലമുണ്ട്. ഇവരാണ് മെജോറിറ്റി ആയിട്ട് നിൽക്കുന്ന ഒരു ആൾക്കാർ. ഈ വീഗർ എന്ന് പറയുന്ന ട്രൈബുകൾ കൂടുതലും താലിബാന്റെ സമയത്തും സിറിയയിൽ നിന്നും ഒരുപാട് ട്രെയിനിങ് നേടിയെടുത്ത ഒരു മിലിറ്റന്റ് ഗ്രൂപ്പായി മാറിയിട്ടുണ്ട്. സോ ചൈനയ്ക്ക് വളരെയധികം ടെൻഷൻ ഉണ്ട്. കാരണം ഷിങ്ജാൻ എന്ന് പറയുന്ന ഒരു സ്ഥലം ഇവർ താലിബാൻ പോലെ തന്നെ മിലിറ്ററിയിലൊക്കെ ട്രെയിൻഡായി വന്ന് നാളെ ചൈനയ്ക്കെതിരെ ഒരു സെപ്പറേറ്റിസ്റ്റ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വന്തം രാജ്യം പ്രഖ്യാപിക്കണം. ഇപ്പൊ തന്നെ ഒരു ഓട്ടോണോമസ് റീജിയൻ പോലെയാണ് അത് പോകുന്നത്. ഇനി അത് സെപ്പറേറ്റ് ചെയ്ത് ചൈനയിൽ നിന്നും മാറി ഷിൻജാങ് എന്ന് പറയുന്ന സ്ഥലം വീഗർ എന്ന് പറയുന്ന ഒരു രാജ്യം തുർക്കിസ്ഥാൻ എന്ന് പറയുന്ന ഒരു സ്ഥലമാക്കി മാറ്റുമോ എന്നൊരു പേടി ചൈനയ്ക്ക് ഇവിടെ എന്നുണ്ട്. കാരണം ഇവിടുത്തെ ട്രെയിനിങ് കൊടുക്കുന്നത് അഫ്ഗാനി പാകിസ്ഥാനി ഗ്രൂപ്പുകളാണ് ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്. ഇത് ചൈനയ്ക്ക് എന്നും ഒരു ടെൻഷനാണ്. സോ പാകിസ്ഥാന്റെയും അഫ്ഗാനിസ്ഥാന്റെയും പ്രശ്നം വരുമ്പോൾ ഇത്രയും അധികം ചരിത്രവും ഇത്രയും അധികം ആൾക്കാരുടെ പ്രോബ്ലംസും സ്റ്റേക്കിലാണെന്നുള്ള ഒരു സംഭവം നമുക്കിവിടെ മനസ്സിലായി. സോ ഇനി വരും ദിവസങ്ങളിൽ കണ്ടറിയാം എന്താണ് ഇവരുടെ അവസ്ഥ മാറാൻ പോകുന്നതെന്നുള്ളത്.